നമസ്കാരം. ഒമേഗ ന്യൂസ് അവറിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അജിന ചന്ദ്ര. CSI കല്ലുമല സഭയിലെ VBS 4-ാം ദിനം പിന്നിട്ട് 5-ാം ദിനത്തിലേക്ക്. പ്രാർത്ഥനാ ദിനം വൻ വിജയം. ചാക്കുകളുമായി 6-അംഗ സംഘം. കല്ലുമല സഭയിൽ രാധാമണികൾ വർദ്ധിക്കുന്നു. ബട്ടർ ബണ്ണിൽ നിന്നും ക്രീം തട്ടിപ്പ്, ഒരാൾ പിടി. ഇവാഞ്ചലിസ്റ്റ് സുജിത് മിഷണറിയും മദർ തെരേസയും CSI കല്ലുമല സഭയിൽ. സ്പോർട്സ് വിജയ കിരീടം ഉറപ്പിച്ച് ടീം ഒമേഗ. ഇന്നത്തെ സിനിമകൾ, കാലാവസ്ഥ. വാർത്തകൾ വിശദമായി. CSI കല്ലുമല സഭയിലെ VBS 4 ദിനങ്ങൾ പിന്നിട്ട് 5-ാം ദിനത്തിലേക്ക്. 2026 വർഷത്തെ VBS എക്സൽസിയർ എന്ന ചിന്താവിഷയത്തോടെ തുടങ്ങിയിട്ട് 4 ദിവസം പിന്നിട്ടു. ഈ 4 ദിവസങ്ങളിലും കുഞ്ഞുങ്ങളും മുതിർന്നവരെയും അധ്യാപകരെയും ഒരുപോലെ കയ്യിലെടുത്ത് 6 ഡയറക്ടേഴ്സ്. ഒന്നിനൊന്ന് മെച്ചത്തോടെ VBS മുന്നോട്ട് പോവുകയാണ്. കുഞ്ഞുങ്ങൾ വലിയ സന്തോഷത്തോടെയാണ് VBSൽ പങ്കെടുക്കുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നു. ഡയറക്ടേഴ്സ് കുട്ടികളെ നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് VBS കൺവീനർ അനീഷ് സാർ മാധ്യമങ്ങളോട് അഭിപ്രായപ്പെട്ടത്. പ്രാർത്ഥനാ ദിനം വൻ വിജയം. VBSന്റെ 4-ാം ദിനമായ ഇന്നലെ പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു. കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഡയറക്ടർ ജ്യോതിക പ്രാർത്ഥിച്ചു. പ്രാർത്ഥന എല്ലാവർക്കും ആശ്വാസവും കുളിർമയും ഏകി. മോനെ, ആരാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ്? അച്ഛൻ. ചായ എടുക്കട്ടെ? വേണ്ട. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. ഒരു കപ്പ്. ചാക്കുകളുമായി 6-അംഗ സംഘം. VBSന്റെ 4-ാം ദിനമായ ഇന്നലെ ഫ്രൂട്ട്സ് ഡേയെ ആചരിച്ചു. ആപ്പിൾ, റംബൂട്ടാൻ, കിവി, സ്ട്രോബെറി, ബ്ലൂബെറി, ഫാഷൻ ഫ്രൂട്ട് എന്നിങ്ങനെ കാണാൻ ഭംഗിയും തിന്നാൻ രുചികരവുമായ പഴങ്ങൾ കുഞ്ഞുങ്ങൾ കൊണ്ടുവരും എന്ന പ്രതീക്ഷയിൽ വന്ന 6-അംഗ സംഘത്തെ നിരാശയിലാക്കി പച്ച ചക്ക, പച്ച മാങ്ങ, പച്ച അയണിച്ചക്ക കിട്ടിയതിൽ തൃപ്തിയില്ലാതെ ഫ്രൂട്ട്സ് ശേഖരിക്കാനായി കൊണ്ടുവന്ന വലിയ ചാക്കുകളുമായി 6-അംഗ സംഘം നിരാശയോടെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. മറ്റു പള്ളിയിലെങ്കിലും ഫ്രൂട്ട്സ് ഡേ പറഞ്ഞ് ചാക്കു നിറയ്ക്കാം എന്ന പ്രതീക്ഷയിലാണ് അവർ. കല്ലുമല സഭയിൽ രാധാമണികൾ വർദ്ധിക്കുന്നു. 20-ാം തീയതി കാണാതായ രാധാമണി എന്ന ആഷിനെ 22-ാം തീയതി കണ്ടെത്തിയിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി പുതിയൊരു രാധാമണി കൂടെ ഇപ്പോൾ കല്ലുമല സഭയിൽ വന്നിട്ടുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായില്ല. എന്തായാലും പൈസ തട്ടിപ്പ് ആകാനാണ് സാധ്യത കൂടുതൽ. അതിനാൽ ഇവരെ ആരും അടുപ്പിക്കരുതെന്നും പ്രത്യേകിച്ച് പെൺകുട്ടികൾ. മഞ്ജു എന്ന പെൺകുട്ടിയെ ലക്ഷ്യമാക്കിയാണ് അവരുടെ വരവ്. എന്തായാലും ഷാഡോ പോലീസിനെ മഞ്ജുവിനായി ഒമേഗ ന്യൂസ് ചാനൽ അയച്ചിട്ടുണ്ട്. എല്ലാവരും സൂക്ഷിക്കുക. ഇവരെ കിട്ടിയാൽ അടുത്തുള്ള മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക. ആളുകൾ നിങ്ങളെ കുത്തി പറയാറുണ്ടോ, ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക്, ഇത്രയും വല്ല ഇയറിംഗ്സ്, ഇങ്ങനെ കണ്ണെഴുതരുത്, ഇങ്ങനെ ഇരിക്കരുത്, ഇങ്ങനെ നിൽക്കരുത്? അവരോടൊക്കെ പോകാൻ പറയൂ. എന്റെ സൗന്ദര്യം എന്റെ അവകാശമാണ്. പുതിയ ലാക്സ്. ബട്ടർ ബണ്ണിൽ നിന്നും ക്രീം തട്ടിപ്പ്, ഒരാൾ പിടി. കാഞ്ഞിരംകുളം പ്രദേശത്തെ കല്ലുമല സഭയിലാണ് സംഭവം. അവിടെ നടക്കുന്ന VBSന്റെ 4-ാം ദിനമായ ഇന്നലെ കുഞ്ഞുങ്ങൾക്ക് നൽകിയ ബട്ടർ ബണ്ണിൽ നിന്നുമാണ് ക്രീം തട്ടിപ്പ് നടന്നത്. അതിനെ ചുറ്റിപ്പറ്റി പോലീസുകാർ അന്വേഷണം തുടങ്ങിയതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തൊണ്ട് മുതൽ സഹിതം പോലീസുകാർ അയാളെ പിടികൂടി. VBS ഡയറക്ടറായി വന്ന സന്തോഷാണ് മുഖ്യപ്രതി. പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. തന്റെ കൂട്ടുകാരി ജ്യോതികയുടെ സൗന്ദര്യ രഹസ്യം ഈ ക്രീം ആണെന്ന് വിചാരിച്ചാണ് താൻ ക്രീം മോഷ്ടിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ഇതുകേട്ട പോലീസുകാർക്ക് വിഷമം മനസ്സിലാക്കി വെളുക്കുവാനും സുന്ദരനും സുമുഖനുമാകുവാനുമുള്ള 101 സൗന്ദര്യ ടിപ്സ് അടങ്ങിയ ബുക്ക് നൽകി പ്രതിയെ വെറുതെ വിട്ടുകളഞ്ഞു. ഇവാഞ്ചലിസ്റ്റ് സുജിത് മിഷണറിയും മദർ തെരേസയും കല്ലുമല സഭയിൽ. മിഷൻ ദിനമായ ഇന്നലെ ഇരു ടീമുകളും മികവോടെ മിഷണറിമാരെ പരിചയപ്പെടുത്തി. ടീം ഒമേഗ മദർ തെരേസയെ അവതരിപ്പിച്ചപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി ടീം ആൽഫ തങ്ങളുടെ സഭയിലെ മിഷണറിയായ ഇവാഞ്ചലിസ്റ്റ് സുജിത് മിഷണറിയെ അവതരിപ്പിച്ചു. തങ്ങളുടെ സഭയിലെ ഒരു മിഷണറിയെ തന്നെ ഓർമ്മിച്ച് പരിചയപ്പെടുത്തിയ ആൽഫ ടീമിന് ഒമേഗ ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന പോലെ എല്ലാവരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ സഭയിലെ മിഷണറിമാരെ. എന്നാൽ അതേസമയം അദ്ദേഹത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. ഇത്തരത്തിലൊരു ഐഡിയ ആൽഫ ടീമിന് നൽകിയ യുവജന സംഘടനാ സെക്രട്ടറിയും ടീം അംഗവുമായ മഞ്ജു MS അഭിനന്ദനങ്ങൾ.
ഇതേസമയം സുജിത് മിഷണറിയെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും സന്തോഷത്തോടെയും ഏറെ ആദരവോടും ഓർക്കുന്നു. വാവ്, വീടിന്റെ ഓരോ മൂലകളും വെട്ടിത്തിളങ്ങുന്നല്ലോ. എന്നും വൃത്തിയാക്കുന്നുണ്ട്. ടോയ്ലറ്റും തിളങ്ങുന്നുണ്ട്, പക്ഷെ ബാത്റൂമിൽ ഇടയ്ക്ക് വെയിലും ഇടയ്ക്ക് തണലുമാണല്ലോ. ഞാനിത് എന്നും ഡിറ്റർജന്റ് കൊണ്ട് നന്നായി വൃത്തിയാക്കാറുണ്ട്. പക്ഷേ ബാത്റൂമിന് ഇത് പോരാ, കാരണം ബാത്റൂമിൽ വീണ്ടും വീണ്ടും വെള്ളം, ഡിറ്റർജന്റ് എന്നിവയുടെ കറകൾ അടിഞ്ഞുകൂടുന്നു. നീല ടോയ്ലറ്റിനും ചുവപ്പ് ബാത്റൂമിനും. സ്പോർട്സ്. വിജയ കിരീടം ഉറപ്പിച്ച് ടീം ഒമേഗ. വാശിയേറിയ പോരാട്ടത്തിലൂടെ വിജയം തങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ ആകില്ലെന്നും തങ്ങൾ വളരെ സ്ട്രോങ് ആണെന്നും വിജയ കിരീടം കണ്ടിട്ടേ ഇനി വിശ്രമം ഉള്ളൂവെന്നും ടീം ലീഡർ അഭിജിത്ത്. വിജയിക്കാൻ കാരണം തങ്ങളുടെ ടീമിന്റെ ഒത്തൊരുമയും ഹാർഡ് വർക്കും കൊണ്ടാണെന്നും ഇതിനോടകം ടീം ക്യാപ്റ്റൻ അറിയിച്ചു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇരു ടീമുകളുടെ മികവ് എത്രത്തോളമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ്. 4 വയസ്സ് പ്രായമുള്ള നിഹാൻ എന്ന കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ച ആദർശ് എന്ന 19-കാരന് എതിരായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയേക്കും. പ്ലാവിള സ്വദേശി അജ്ന ഷ്യാം നൽകിയ പരാതിയിലാണ് ഈ നടപടി. അജ്ന നൽകിയ പരാതിയിൽ ഇതുവരെ ഇയാളെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. തന്റെ മകനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നും താൻ കണ്ട ഉടനെ കുഞ്ഞിനെ തട്ടിയിട്ട് ഓടി രക്ഷപ്പെട്ടതായും വീഴ്ചയിൽ കുഞ്ഞിന് ചുണ്ടിൽ സാരമായ പരിക്ക് ഉണ്ടെന്നും അജ്ന മൊഴി നൽകി. എന്തായാലും പോലീസ് ഇയാൾക്കെതിരെ അന്വേഷണം ഊർജിതമാക്കി. ഇയാൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥ. കല്ലുമല CSI സഭയിൽ VBS നടക്കുന്നതിനാൽ ഇടിയോടുകൂടിയ മഴയും മഴയോടുകൂടിയ ഇടിക്കും സാധ്യത. ഇന്നത്തെ സിനിമകൾ. ഉച്ചയ്ക്ക് 1:30 ഒമേഗ ചാനലിൽ പൂക്കാലം വരവായി. 2:30 ആൽഫ ചാനലിൽ സുബിനുമുണ്ടൊരു പെട്ടകം. ഇതോടുകൂടി ഇന്നത്തെ ഉച്ചവാർത്ത ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.